ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്നുള്ളവരുടെ വിശേഷം. എനിക്കിന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ വേഗം ഓടിപ്പിടിച്ച് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ പരിപാടികളും, ബ്രഷിങ്ങും ഒക്കെ ആയിട്ട്. അവിടെ വെച്ച് ബ്രഷ് ചെയ്യുന്ന പരിപാടിയൊന്നും ഇല്ല. അവിടെ നമ്മളൊരു ചായയും അതുപോലെ ഒരു കടി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോരും. എൻ്റെ മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതിപ്പോൾ കുറച്ചൊന്ന് ബ്രൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ബ്രൈറ്റ് ആയിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഷെയ്ഡ്. അങ്ങനെ ബ്രഷും കാര്യങ്ങളും ടങ് ക്ലീനറൊക്കെ നമ്മളൊരു ബോക്സിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കും കേട്ടോ. അത് കൂടുതൽ ഹൈജീനിക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ വെറുതെ തുറന്ന് വെക്കുകയാണെങ്കിൽ പല്ലിയും പാറ്റൊക്കെ നക്കിയൊരു സ്മെല്ലും ഒട്ടും ഹൈജീനിക് അല്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ആണെങ്കിലും നമ്മുടെ ആണെങ്കിലും ഇതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ കുറേ ബോക്സുകൾ, സ്റ്റോറേജ് ബോക്സുകൾ കിട്ടും കേട്ടോ. അതിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നോക്കുക. അതാണ് നല്ലത് കേട്ടോ. പിന്നെ നമ്മൾ ഒരു ചായയൊക്കെ കുടിച്ചു. 2 ചെങ്കതിൽ ഇപ്പോഴൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മുടെ പറമ്പിലുണ്ടായതാണ് കേട്ടോ. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന് ഇത്ര മധുരം ഉണ്ടായിരുന്നില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. വല്ലപ്പോഴും ഉണ്ടാവണോണ്ട് തന്നെ എല്ലാവർക്കും ഇത് കഴിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ 2 ഉരിഞ്ഞിട്ട് നല്ല മധുരം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ മുടി കളർ ചെയ്ത് ഇതുകൊണ്ട് തന്നെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ അത്. അപ്പോൾ മുടി ഒന്ന് കെയർ ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, താളി ഉണ്ടാക്കിയൊന്ന് കുളിക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് നമുക്കൊരു പാക്കേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കണം. ആമസോണിൽ നിന്നുള്ള പാക്കേജാണ്, വേറെ ഒന്നല്ല, ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഞാൻ മുന്നും യൂസ് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ചെറിയൊരു പാക്കേജ് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അതിൻ്റെ വലുതൊരെണ്ണം ഓർഡർ ചെയ്തതാണ്. ഇത് ഡവിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഈ ഡവിൻ്റെ മോയ്സ്ചറൈസറും ഷാമ്പും ഒക്കെ മൈൽഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ സ്കിന്ന് നന്നായിട്ട് സ്യൂട്ട് ആകുന്നുണ്ട് ഈ ഒരു മോയ്സ്ചറൈസർ. ഇതിൻ്റെ സ്മെല്ലും അതുപോലെ ഇതിൻ്റെ ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസിയും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഒട്ടും എൻ്റെ സ്കിന്നിനെ ഓയിലി ആക്കുന്നില്ല, അതുമാത്രമല്ല വല്ലാണ്ട് ഡ്രൈ ആക്കുന്നില്ല കേട്ടോ. റീഅപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്. ഈ ഒരു ബബിൾ റാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കളയാറില്ല കേട്ടോ. ആമിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ബോക്സിലാക്കി എടുത്ത് വെച്ചിട്ട് ആമിക്ക് കൊടുക്കാനായിട്ട്. ഈ ഒരു കുഞ്ഞു ബോട്ടിലാണ് നമ്മൾ മുന്നേ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കണ്ടെയ്നറിൽ എല്ലാം തീർന്നു, ഓൾമോസ്റ്റ് നല്ല ആകെ തുടച്ച് വടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ വലുത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അത് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്യാം, ഫേസിലും കൂടെ യൂസ് ചെയ്യാന്നുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം മേക്കപ്പ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഫേസിലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് ആ ഒരു ഡവിൻ്റെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു അണ്ടർ ആം റോളോണും ഞാൻ ഈ അടുത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ഒരെണ്ണം യൂസ് ചെയ്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പിങ്ക് വേർഷനാണ് കേട്ടോ എനിക്ക് ഇഷ്ടമായത്. ബ്ലൂ അത്ര വലിയ താല്പര്യമായിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ അടുത്ത് വാങ്ങിയതാണ് ഈ ഒരു കിംസ്റ്റെറ്റ് പ്ലേയുടെ പിഗ്മെൻറ്റേഷൻ റോളോൺ. ഏതായാലും കല്യാണവും കാര്യങ്ങളൊക്കെ അല്ലേ, ഇത് അത്ര സൂപ്പറാണെന്ന് ഞാൻ പറയില്ല, എന്നാലും നമ്മളൊരു ഡെയിലി 2 നേരം കുറച്ച് ദിവസം അടുപ്പിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു മാറ്റമൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് കൈമുട്ട്, കാൽമുട്ട്, പിന്നെ ആങ്കിളിൻ്റെ അവിടെ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് ചെറിയ ചെറിയ ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ കൂടെ വാങ്ങി. പിന്നെ വാങ്ങിയത് ഈ ഫേസസ് കാനഡയുടെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇതെല്ലാവരും വാങ്ങിക്കേണ്ട കേട്ടോ. ഓയിലി സ്കിൻ അത്ര സ്യൂട്ടാകില്ല. ഡ്രൈ ടു കോമ്പിനേഷൻ സ്കിന്നാണെങ്കിൽ കുഴപ്പമില്ല. ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ഓയിലി ആക്കും നമ്മുടെ സ്കിന്നിനെ. അപ്പോൾ മേക്കപ്പ് ചെയ്യണതിന് മുന്നേ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കേക്ക് ആവും മേക്കപ്പ്, കുറച്ച് ഓയിലി ആക്കും. അതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. ചെറിയ ഗ്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഓയിലി സ്കിന്നിന് പറ്റില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം, ഇത് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് കേട്ടോ. ഇതൊന്ന് മാത്രമായി നമ്മുടെ കയ്യിൽ, വേറെ മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ലൊരു ഫിനിഷിങ്ങുള്ള മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്യുന്നവരാണ്, കോളേജ് ഗോയിങ് സ്റ്റുഡൻസാണ്. നമുക്ക് കുറേ നേരം ഇങ്ങനെ മേക്കപ്പിന് സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ ഈ ഒരു ഒറ്റൊരെണ്ണം ഇട്ടാൽ തന്നെ നല്ല ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. പിന്നെ ഇതെൻ്റെ ഡെയിലി വെയർ ആയിട്ടുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ആമസോണിൽ എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. അങ്ങനെ എല്ലാം ഞാനൊരു ബോക്സിലാക്കി എടുത്ത് വെക്കുകയാണ്. നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു കോൺഫറൻസ് വരുന്നുണ്ട്, നൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ എളുപ്പത്തിൽ കൊണ്ടുപോകാനായിട്ട് ഞാൻ ബാഗിലെടുത്ത് വെക്കാനായിട്ട് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ നമ്മളതൊക്കെ കഴിഞ്ഞ് നേരെ പറമ്പിലോട്ട് പോന്നു. കുറച്ച് ഞാൻ പറഞ്ഞില്ലേ താളി ഉണ്ടാക്കണമെന്ന്. അപ്പോൾ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിച്ചത് കടിത്തുമ്പില്ലേ, വള്ളിത്തുമ്പ, അതിൻ്റെ താളി ഉണ്ടാക്കണം. കാരണം എൻ്റെ തലയിൽ അതുപോലെ താരനുണ്ട് കേട്ടോ. താരം അങ്ങനെ കൂടിക്കൂടി വരികയാണ്, എന്ത് ചെയ്തിട്ടും കുറയുന്നില്ല. അപ്പോൾ ഈ കടിത്തുമ്പേരെ താളിയിട്ട് നല്ലോണം കുറയും കേട്ടോ. അത് മാത്രമല്ല അത് നാച്ചുറലാണല്ലോ, ഓർഗാനിക് ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് നമ്മൾ കടിത്തുമ്പ തപ്പി പറമ്പിലോട്ട് വന്നപ്പോഴാണ് ഈ ഒരു ഐറ്റം കണ്ടത് കേട്ടോ. ശരിക്കും നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ, ചെറുള്ളിയുടെ പോലെ ഇരിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ എക്സാക്റ്റ് അത് തന്നെ. ഇത് നമ്മുടെ ലില്ലിപ്പൂവിൻ്റെ കിഴങ്ങുകളാണ് കേട്ടോ. ഒരെണ്ണം നമുക്ക് പറിച്ച് നോക്കാം കേട്ടോ, പൊളിച്ച് നോക്കാം. നമുക്ക് ഉള്ളിക്കൊരു നീറ്റലുണ്ടാകില്ലേ തൊലി കളഞ്ഞ് വരുമ്പോൾ, അതുപോലെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പൊളിക്കുമ്പോൾ ശരിക്കും ഉള്ളിയുടെ തോല് പൊളിക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ ഉള്ളിൽ പച്ച കളറും നല്ല വഴുവഴുപ്പൊക്കെയാണ്. കണ്ണ് നീർന്നൊന്നുമില്ല. ഇത് ഓരോ കിഴങ്ങും നമ്മൾ മാറ്റി മാറ്റി നട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ലില്ലി ഉണ്ടാവും കേട്ടോ. വൈറ്റും അതുപോലെ പിങ്ക് കളർ ലില്ലിയൊക്കെ നമ്മുടെ വീട്ടിൽ ആദ്യം ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് കേട്ടോ ഈ എടുക്കുന്നത്, നമ്മൾ മണ്ണിൽ നട്ടതാണ്.
പിന്നെ താളി പൊട്ടിക്കാൻ നടന്ന് നമുക്ക് കടിത്തുമ്പ് കിട്ടാനില്ല. പറമ്പ് മൊത്തം ഞങ്ങൾ തപ്പി നടന്നു. വീഡിയോ എടുക്കണ തക്കുടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കരുതി ചെമ്പരത്തിയുടെ ഇലയും അലോവേരയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് കടിത്തുമ്പുണ്ട്, അത് നമുക്ക് പൊട്ടിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് ഈ വാടിയ ചെമ്പരത്തിയോ ഉണങ്ങി കിടക്കണ ചെമ്പരത്തിയോ ഒക്കെ പറക്കിയെടുത്ത് പൊട്ടിച്ചെടുക്കണ കണ്ടപ്പോൾ തക്കുട എന്നോട് ചോദിക്കുകയായിരുന്നു കേട്ടോ, എന്തിനാ ഇതൊക്കെ എടുക്കണേന്ന്. അതുകൊണ്ടാണ് ഞാൻ ചിരിക്കേണ്ടായിരുന്നു. നമുക്ക് ഏതെങ്കിലും താളിയാണല്ലോ, കുഴപ്പമില്ല. ചിലരൊക്കെ ഈ ചെമ്പരത്തി ഉണക്കി സൂക്ഷിക്കുന്നതിനുണ്ട്. കുറേ ഉണ്ടാകുന്ന സമയത്ത് നമ്മളിത് തണലത്തിട്ട് ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് താളിയായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ടീ ഉണ്ടാക്കില്ലേ, അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പിന്നെ വാടിയത് എടുത്തുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ എടുത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ വള്ളിത്തുമ്പ, കടിത്തുമ്പ. ഇത് തന്നെയിട്ട് താളിണ്ടാക്കി കുളിച്ചാൽ നല്ല പോലെ താരം പൂട്ടാം. പണ്ട് നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. പണ്ട് ഇഷ്ടം പോലെ പറമ്പിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടാനില്ല സംഭവം. താളി ഉണ്ടാക്കാനായിട്ട് ചെമ്പരത്തി എടുത്തിട്ടുണ്ട്, അതുപോലെ കടിത്തുമ്പി ഉണ്ട്. ഇനി നമുക്ക് അലോവേര പൊട്ടിക്കാട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ടെറസിൻ്റെ. ഇതാണ് നമ്മുടെ അലോവേര ചെടികൾ. മേലെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. നന്നായിട്ട് അവിടെ പിടിച്ച് വരുന്നുണ്ട്. ഇത് കണ്ട, ഇത് നമുക്ക് തലയിൽ തേക്കാനുള്ളതല്ല. ഈ ഒരു അലോവേര കഴിക്കാനുള്ളതാണ് കേട്ടോ. കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ്. കഴിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന അലോവേരയാണ് ഇത്. ഈ ഒരു പ്ലാന്റ്. ഇതിൻ്റെ കുറേ കുഞ്ഞു ചെടികൾ, ഇളകൾ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കുഞ്ഞു കുട്ടി തൈകൾ കണ്ട കുറേ ഇള പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഈ അലോവേരയുടെ കളറിന് ഒരു ഡിഫറൻസ് ഉണ്ട്. കണ്ട, ഒരു റെഡിഷ് ഒരു കളറാണ് ഇതിന്. താളിയിൽ ചേർക്കാനായിട്ട് അലോവേര നമുക്ക് ഇഷ്ടം പോലെ ഒന്നും വേണ്ട കേട്ടോ. ഞാനൊരു 3 ലീഫ് എടുക്കുന്നുള്ളൂ. അത്യാവശ്യത്തിന് വലിപ്പമുള്ള 3 പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാലേ, നമുക്കിപ്പോൾ ഇത് ഹെയറിൽ യൂസ് ചെയ്യാനാണെങ്കിൽ നേരിട്ട് ഇത് അരച്ച് യൂസ് ചെയ്യാം. ഫേസിലൊക്കെ ആണെങ്കിൽ ഈ ലീഫ് ഇങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം കുറച്ച് നേരം പുറത്തോട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നൊരു മഞ്ഞൊരു ജെല്ല് ഊറി ഇങ്ങനെ വരും. കണ്ടോ, ഇത് കുറച്ച് ടോക്സിക്കാണ്. ഇത് ഫേസിലൊന്നും യൂസ് ചെയ്യാൻ തട്ടാനായിട്ട് പാടില്ല. അതുകൊണ്ട് ഇത് വന്ന് പോയതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് വേണം ഫേസിൽ യൂസ് ചെയ്യാനായിട്ട്. നമ്മുടെ അലോവേരയ്ക്കും കുഞ്ഞു അളകൾ കുറേ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ടെറസിൽ വന്നതല്ലേ എന്ന് കരുതിയിട്ട് അവിടുത്തെ നമ്മുടെ കടലാസ് പൂക്കളില്ലേ, ബൊഗൺവില്ല, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് വെയിലത്ത് നിൽക്കുമ്പോൾ നല്ല രസത്തിൽ ഇതിൻ്റെ കളർ ഇങ്ങനെ എടുത്ത് കാണും കേട്ടോ. പക്ഷേ വളം കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഒരുപാടൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല. അച്ഛൻ താഴത്തോട്ട് ഇറക്കി വെക്കണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പൊട്ടിച്ചെടുത്ത എല്ലാ ഐറ്റംസും നല്ല രീതിയിൽ കഴുകി അരച്ചെടുക്കാൻ പോവാണ്. ചെമ്പരത്തി ഒന്നും അധികം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്കിവിടെ ചെമ്പരത്തി ഉണ്ടാവുന്നതൊക്കെ കുറവാണ്. നല്ല നാടൻ ചെമ്പരത്തിയാണ്. അതിന് ലീഫ് എടുത്തിട്ടുണ്ട്. ലീഫായാലും മതി കേട്ടോ. നല്ല കൊഴുകൊഴുപ്പുണ്ട്. പിന്നെ അലോവേര ഉണ്ടല്ലോ, അലോവേര കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നീരിറങ്ങും കേട്ടോ എനിക്ക്. കാരണം അത്ര തണവാണ്, ഭയങ്കര കൂളിംഗ് അല്ലേ. അങ്ങനെ നമ്മളെടുത്ത എല്ലാ ഐറ്റംസും നല്ലപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. കടുത്തുമ്പേര തണ്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ലീഫൊക്കെ ചിലത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അറിയാണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഹെയർ വല്ലാണ്ട് ഡ്രൈ ആകാതിരിക്കാനായിട്ട് കുറച്ച് കോക്കനട്ട് ഓയിൽ കൂടെ ഞാൻ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഈ ഒരു സംഭവം ഞാൻ കുളിക്കാൻ നേരത്ത് നമ്മൾ താളി അപ്ലൈ ചെയ്ത് ഷാമ്പു അപ്ലൈ ചെയ്ത് ഇങ്ങനെ കഴുകില്ലേ, അതുപോലെ അല്ല കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. ജസ്റ്റ് ഹെയറിൽ സ്കാൾപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ആ ഡാൻഡ്രഫുള്ള ഭാഗത്തൊക്കെ നല്ലപോലെ തേച്ചൊരച്ച് കൊടുത്തിട്ട് 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടേ ഹെയർ വാഷ് ചെയ്യലുള്ളൂ. ഷാമ്പൂ മറ്റു കാര്യങ്ങളൊന്നും ഇനി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഹെയർ വല്ലാണ്ട് ഡ്രൈ ആകില്ല, കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട്. ന്യൂട്രലേരെ ഒരു ജാറ് ഞാൻ കഴുകി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹെയർ കെയർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ റോസ്മേരി ഓയിൽ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഓയിൽ എടുത്തേക്ക് ഏറ്റവും നല്ലത് ഗ്ലാസ് ജാർ ആയതുകൊണ്ട് ഞാൻ അതങ്ങനെ കഴുകി എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനിടയ്ക്ക് ആമിക്കുട്ടി ഇതേ സ്കൂൾ വിട്ട് വന്നു. അവൾക്ക് എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഞാൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കലായിരുന്നു. പിന്നെ നമ്മുടെ വണ്ടിയിൽ ചാർജ് കുറവായതുകൊണ്ട് ഇത് ഇലക്ട്രിക് സ്കൂട്ടറാണ് കേട്ടോ, ചേതക്കിൻ്റെ. ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുകയൊന്നും വേണ്ട. നമ്മുടെ സൗകര്യം പോലെ ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാമല്ലോ. ടൗണിലോട്ടൊക്കെ 4 തവണയൊക്കെ പോയി വരാം ഒരു ഫുൾ ചാർജിൽ. അപ്പോൾ ഫുൾ ചാർജ് അല്ലാത്തതുകൊണ്ട് ഞാൻ ചാർജിലിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഈ 2 ജമന്തി ഉണ്ടല്ലോ, 2 ജമന്തി ആയിട്ടുണ്ടോ. മറ്റേ റെഡ് സീനിയെ പോലെ തോന്നുമെങ്കിലും സംഭവം ജമന്തിയാണ്. നമ്മൾ ഇന്നലെ പോയപ്പോൾ നൈറ്റ് വാങ്ങിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇന്നേ കണ്ടപ്പോൾ നിറച്ച് പൂക്കളുണ്ട്. ഞാൻ പറയാറില്ല ഇങ്ങനെ പെട്ടിയോട്ടോഷയിൽ ഇങ്ങനെ കൊണ്ട് വിൽക്കണത് കാണാറുണ്ടെന്ന്. അപ്പോൾ ആ ഒരു ചേട്ടൻ്റെ നിന്ന് വാങ്ങിയതാണ് ഈ ഒരു വയലറ്റ് ജമന്തി. ഇത് കണ്ടപ്പോൾ അമ്മ പറയുമായിരുന്നു ഇനി ഉണ്ടാവുന്നതൊക്കെ വൈറ്റായിട്ട് വരും, ഇത് കളറടിച്ചാന്ന് തോന്നുന്നുണ്ടെന്ന്. എനിക്കും സംശയമില്ലാതില്ല, കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വെളുത്തിരിക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട് പുതിയത് വന്നപ്പോൾ അതും വെളുത്തിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ഇത് നമുക്ക് റിപ്പോർട്ട് ചെയ്യണം. ആൺകുട്ടി ദേ ഇവിടെ എല്ലാ കണ്ണിമാങ്ങയും പറക്കി വെച്ച് കളിക്കാൻ കേട്ടോ. അപ്പോൾ മാങ്ങിൻ്റെ ചോണ ഫേസിലാവണ്ടെന്നൊക്കെ പറഞ്ഞ് പൊള്ളും എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് കേട്ടോ. ആരും മെയിൻ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കാം. ബൈ.